സ്റ്റീരിയയിലെ ആ വനപ്രദേശങ്ങളിൽ നിഗൂഢമായ മരണങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു. ഓരോ വീട്ടിലും കരച്ചിലുകൾ മാത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുവെന്ന് പറയപ്പെടുന്ന ആ കൗണ്ടസ് ഇപ്പോൾ മരിച്ചതേയുള്ളൂ എന്ന് തോന്നിപ്പിക്കും വിധം പുതുമയോടെ അവിടെ കിടക്കുന്നു. അവൾ ശ്വസിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചർമ്മം ഒരു റോസാപ്പൂവ് പോലെ മൃദുവും ചുവന്നതുമായിരുന്നു. പക്ഷേ അവളുടെ ചുണ്ടുകളിൽ നിന്ന് രക്തത്തിൻ്റെ ഒരു നേർത്ത ചാലൊഴുകിയിരുന്നു. ഇരുട്ടിലെവിടെയോ കർമില്ലയുടെ ആ തണുത്ത പുഞ്ചിരി എന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടും. മരണത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ആ നിഗൂഢമായ പ്രണയം ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ ഒരു നീറ്റലായി അവശേഷിക്കുന്നു. ചിലപ്പോൾ ഞാൻ ഓർക്കും, അവളെന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നു, അതോ വെറുമൊരു ഇരയായി മാത്രമായിരുന്നോ എന്നെ കണ്ടിരുന്നത്? അവളുടെ തണുത്ത കൈകൾ എൻ്റെ കഴുത്തിൽ അമരുമ്പോൾ വേദനയേക്കാൾ ഉപരി ഒരുതരം വിചിത്രമായ സുഖമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടാണ്ടുകൾക്ക് മുൻപ് ആ പ്രദേശം ഭരിച്ചിരുന്ന കർൺസ്റ്റൈൻ കുടുംബത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. ആ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായിരുന്നു കൗണ്ടസ് മർക്കൽ. ചിലർ മരിക്കില്ല മോളെ, അവർ ഇരുട്ടിൽ ജീവിക്കും. രക്തത്തിന് വേണ്ടി അവർ നൂറ്റാണ്ടുകളോളം കാത്തിരിക്കും. പുലർച്ചെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. ജനറൽ സ്പീൽസ്ഡോർഫ് എൻ്റെ പിതാവ്, പിന്നെ ആയുധധാരികളായ കുറച്ച് പടയാളികളും. കാടിൻ്റെ വന്യമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഞങ്ങളുടെ കുതിരകൾ മുന്നോട്ട് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ കുതിരകൾ പോലും ഭയന്ന് പിന്നോട്ട് മാറി. വായുവിൽ ചീഞ്ഞഴുകിയ മാംസത്തിൻ്റെ ഒരു വിചിത്രമായ ഗന്ധം പടർന്നിരുന്നു. കർമില്ല എന്ന പേര് പോലും ഗ്രാമവാസികൾ മറക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കത് അത്ര എളുപ്പമായിരുന്നില്ല. വാമ്പയറുകൾ പൂർണ്ണമായും മരിക്കില്ല എന്ന് ജനറൽ പറഞ്ഞിരുന്നു. അവരുടെ ശരീരം നശിപ്പിക്കാം, പക്ഷേ അവരുടെ ആത്മാവ് കാറ്റിനൊപ്പം സഞ്ചരിക്കുമത്രേ. അത് വെറുമൊരു ഉണരലായിരുന്നില്ല, ഒരു വന്യമൃഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു.